പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തി കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ മഹത്വം കരയേറ്റുന്നു. പ്രിയമുള്ളവരെ, 2026 നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്ന, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറുന്ന വർഷമായി മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എന്നാൽ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും മറുപടി ലഭിക്കുന്നില്ല. ഒട്ടനവധി ആളുകളുടെ ഒരു വലിയ ചിന്തയാണ്, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ആഗ്രഹിക്കുന്ന നിലയിൽ ലഭ്യമാകുന്നില്ല. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത്? പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. യേശു കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തിൽ ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഭൂമിയിൽ കാഴ്ചവെച്ച യേശു, ഒരപ്പനും മകനും യേശുവിൻ്റെ അരികിലേക്ക് വന്ന് ചന്ദ്രരോഗത്താൽ പിടിപെട്ട മകനെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ, തൊട്ട് അടുത്ത മണിക്കൂറുകൾക്ക് മുൻപ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലും ഈ പിതാവ് തന്റെ മകനുമായി വന്ന ഒരു സന്ദർഭമാണ് 17-ാം അധ്യായം നമ്മെ മനസ്സിലാക്കി തരുന്നത്. യേശു കർത്താവിൻ്റെ കൂടെ നടന്ന, യേശു കർത്താവ് ചെയ്ത ശുശ്രൂഷകളെല്ലാം കണ്ട ഭൂരിപക്ഷം വന്ന ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞങ്ങൾക്കും എന്തുകൊണ്ട് അതിനെ പുറത്താക്കിക്കൂടാ? മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണുന്നത് യേശു ആ ഭൂതത്തെ ശാസിച്ചു എന്നാണ്. എന്നാൽ അതിനുശേഷം യേശു കർത്താവിൻ്റെ അടുക്കൽ സ്വകാര്യമായി വന്ന് ശിഷ്യന്മാർ ചോദിച്ച, ഞങ്ങളും ശാസിച്ചായിരുന്നു, ഞങ്ങളും പ്രാർത്ഥിച്ചായിരുന്നു. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വ്യത്യാസമൊന്നും കണ്ടില്ല, പക്ഷേ യേശുവെ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു വിടുതൽ സംഭവിച്ചു, അവിടെ ആ ഭൂതം വിട്ടുപോകുവാനിടയായി. പ്രൈസ് ഗോഡ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിലും പല വ്യക്തികളുടെ ഹൃദയത്തിൽ ഒരു ചോദ്യമായി കിടക്കുന്ന ഭാഗമാണ്. അനേക സമയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ശാസിക്കുന്നുണ്ട്, എന്നാൽ ഒരു വിടുതൽ ലഭിക്കുന്നില്ല, പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ലഭ്യമാകുന്നില്ല എന്നുള്ള ഒരു വസ്തുതാപരമായ വിഷയം ഇന്നും നിലകൊള്ളുന്നതാണ്. കർത്താവിന് സ്തോത്രം. അന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോയത്? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇനി മറുപടി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ യേശു അവിടെ പറയുന്നത് അടുത്ത വാക്യങ്ങളിൽ കാണാൻ കഴിയും. 20-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. പ്രൈസ് ഗോഡ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പല പ്രാർത്ഥനയുടെ മറുപടികളും ലഭ്യമാകാത്തതിൻ്റെ പിന്നിലുള്ള ഏക വിഷയമെന്ന് പറഞ്ഞാൽ, നമുക്ക് ആ വിഷയത്തിന്റെ ഫലപ്രാപ്തിയിലെത്തുമെന്നുള്ള വിശ്വാസമില്ലാത്തതാണ്. പ്രൈസ് ഗോഡ്. പ്രാർത്ഥന കുറഞ്ഞു പോയതല്ല വിഷയം, ഉപവാസം കുറഞ്ഞു പോയതോ ഉപവസിക്കാത്തതോ അല്ല വിഷയം, മറിച്ച് അല്പവിശ്വാസം കൊണ്ടാണ് ആ വിഷയത്തെ അടിയുറച്ച് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ യേശു കർത്താവ് ആ വിഷയത്തിൽ ഒരു മറുപടി നൽകി തരുമെന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ചില വിഷയങ്ങളുടെ മറുപടി ഒരു പക്ഷെങ്കിൽ ഞങ്ങളുടെ കൈയെത്തുന്ന ദൂരത്ത് കാണും. അങ്ങയുടെ പ്രാർത്ഥനയുടെ മറുപടി
ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ ആ വിഷയത്തെ നാം ഇന്ന് രാത്രിയിൽ കയ്യേൽക്കുമെങ്കിൽ എത്ര വർഷത്തിന്റെ കാലപ്പഴക്കം പറഞ്ഞ വിഷയമാണെങ്കിലും വിഷയത്തിന്റെ മറുപടികൾ അങ്ങ് കാണുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 17-ാമത്തെ വാക്യം യേശു അവരെ ശാസിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. എന്നാൽ ഇവർ ആരുടെ കൂടാണ് നടക്കുന്നത്? സാക്ഷാൽ നസ്രയനായ യേശുവിന്റെ കൂടെ, അത്ഭുതത്തിന്റെ ദാതാവായ കർത്താവിന്റെ കൂടാണ് നടക്കുന്നത്. എന്നാൽ അവരിലൂടെ ഒന്നും സാധ്യമാകുന്നില്ല. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ എനിക്ക് നിശ്ചയമായി വളരെ ബോധ്യത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ചില പ്രാർത്ഥനകൾ മറ്റു പലരും പ്രാർത്ഥിച്ചു വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. മറ്റു പലരും പറയും ഈ വിഷയത്തിനകത്തൊക്കെ മറുപടി ലഭിക്കുന്നുണ്ടല്ലോ, പക്ഷെ എൻ്റെ ലൈഫിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ഒറ്റ മറുപടി, അല്പവിശ്വാസവും അവിശ്വാസവും കോട്ടവും കടന്നു കയറിയിട്ട് നമ്മുടെ പ്രാർത്ഥന കുറവല്ല, നമ്മുടെ അവിശ്വാസം കൊണ്ടത്രേ വിഷയങ്ങളുടെ മറുപടി ലഭ്യമാകാതെ പോകുന്നത്. ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നത് ആ വിശ്വാസത്തെ പുറത്തു കളയാൻ തയ്യാറാകുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധരങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാനത് വിശ്വസിക്കുന്നു, അതെനിക്ക് ലഭ്യം, ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വായ് കൊണ്ട് പറയുന്നതല്ല ഇന്ന് ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഹൃദയത്തിനകത്ത് അടിയുറച്ചൊരു തീരുമാനം, ഈ വിഷയത്തിനകത്തൊരു മറുപടി എനിക്ക് ലഭ്യമാകുമെന്നുള്ള അടിയുറച്ച വിശ്വാസ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്നെങ്കിൽ നിശ്ചയം പ്രിയപ്പെട്ടവരെ, അങ്ങേ അധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന, അധികം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവിക കരം ചലിച്ചു തുടങ്ങും. പ്രൈസ് ഗോഡ്. യേശു ആ ഭൂതത്തെ ശാസിച്ചു. എന്നാൽ ശിഷ്യന്മാരുടെ ഇടയിൽ ചോദ്യം, ഞങ്ങൾക്കും പുറത്താക്കി കൂടാഞ്ഞതെന്ത്? ഒറ്റ കാര്യം, നിങ്ങളുടെ അല്പവിശ്വാസം. യേശുവിന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല, വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് പേര് പറഞ്ഞിട്ട് കാര്യമില്ല. നാം യേശുവിൻ്റെ പ്രവർത്തികളെ വിശ്വസിക്കുവാൻ തയ്യാറാകണം. ജീവിതത്തിനകത്തൊരു മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ജീവിതത്തിനകത്ത് നാളിതുവരെ കണ്ട പ്രതിസന്ധി കാലഘട്ടത്തെ എടുത്തു മാറ്റി വലിയ ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അവിശ്വാസത്തെ എടുത്തു മാറ്റി അല്പവിശ്വാസത്തെ എടുത്തു മാറ്റി ആട്ടിയുറച്ച് വിശ്വസിക്കാൻ യേശു അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ആ അത്ഭുതം നടന്നു കഴിഞ്ഞു എന്ന് ആട്ടിയുറച്ച് വിശ്വസിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ, ഞാൻ കാണുവാനിടയായി തീരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ എല്ലാ അവിശ്വാസത്തെയും അല്പവിശ്വാസത്തെയും പുറത്താക്കി ആട്ടിയുറച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ വരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.